ഹലോ കൂട്ടുകാരെ, പത്രമാറ്റി സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആബി സ്വർണ്ണപ്പണിക്കാരനോട് ഫോണിൽ കൂടെ സംസാരിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയിൽ കള്ളക്കടത്തുണ്ടാകാൻ കാരണം അബിയാണെന്ന് മനസ്സിലാക്കിയ മൂർത്തി മുത്തശ്ശൻ അബിയെ തല്ലി ഒതുക്കി ചവിട്ടിക്കൂട്ടാനുള്ള ദേഷ്യവുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ഈ കാര്യം താൻ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് തന്നെ നന്ദു അത് കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശൻ പിന്നെ ഒന്നും നോക്കിയില്ല. മൂർത്തി മുത്തശ്ശൻ ആ സ്പോട്ടിൽ തന്നെ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയുമാണ്. ഇവിടുത്തെ പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് മോള് വേണം മോളുടെ ചേച്ചിയുടെ ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ. ഞാൻ എന്തായാലും ഈ കാര്യം നിയമത്തിന് വിട്ടു തന്നിരിക്കുകയാണ്. നിയമത്തിൻ്റെതായ രീതിക്ക് തന്നെ നന്ദു മോൾ ഇതിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നെ നന്ദു വെറുതെ ഇരിക്കുമോ? നന്ദു ഉടനെ തന്നെ പോലീസുകാരുമായിട്ട് അനന്തപുരിയിലോട്ട് വരികയാണ്. അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് വന്നിട്ട് സത്യങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിളിച്ച് പറയുകയാണ്. അബിക്ക് ഒരു നിവൃത്തിയില്ലാട്ടോ രക്ഷപ്പെടാനായിട്ട് അബിയെ തെളിവുകൾ സഹിതം പൂട്ടിയിരിക്കുകയാണ് നന്ദു. അങ്ങനെ ആ ഒരു വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം കാണിക്കുന്നത് അബിയും നവ്യയുമാണ്. അബി നവ്യയോട് പറയുന്നുണ്ട്, നവ്യേ, അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയില്ലേ? നിന്റെ അനിയത്തി പോലീസായതിൻ്റെ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. അന്ന് നിന്റെ ഏട്ടനും ഏട്ടത്തിയും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല രീതിക്ക് തന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവരോട് പറഞ്ഞതല്ലേ? അപ്പം നവ്യ പറയുന്നുണ്ട്, അന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റുമോ അബി? അന്ന് എനിക്ക് ഇച്ചിരി സന്തോഷമുള്ള ദിവസം കൂടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അയാളെ നന്നായിട്ട് തന്നെ അച്ഛനും അമ്മയുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അത്. അത് നല്ലതായി പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അബി ശ്രദ്ധിച്ചായിരുന്നോ? അച്ഛൻ അയാളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ നവ്യേ, ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? അന്ന് മുതലേ നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് എന്തോ ഒരു നീരസമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം ഒന്ന് രണ്ട് തവണ നമ്മളവിടെ ചെന്നെങ്കിലും നിന്റെ അച്ഛനും അമ്മയും വേണ്ട രീതിയിൽ എന്നെ പരിഗണിച്ചിട്ടില്ല. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ദേ ആബി, നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് കാട് കയറി ആലോചിക്കല്ലേ. അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പം ഏറ്റവും നല്ല മരുമകൻ അബി തന്നെയാണ്. എന്ന് വെച്ചാൽ അവരേറ്റവും കൂടുതൽ വിശ്വസിച്ച ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടായതുകൊണ്ട് തന്നെ അതിനുശേഷം ആദർശേട്ടനെ കണ്ണെടുത്ത് അവർക്ക് കണ്ടുകൂടാ. ദേ കുറച്ച് മുമ്പും കൂടെ അമ്മ എന്നെ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. ഇടയ്ക്ക് അമ്മ അബിയെക്കുറിച്ച് ചോദിച്ചു, കുഞ്ഞിനോട് സ്നേഹമൊക്കെ കാണിക്കുന്നില്ലേ എന്നുള്ള കാര്യം. അമ്മയ്ക്കും അച്ഛനും നിന്റെ മാറ്റം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഇതൊക്കെ കൂട്ടി വായിച്ചപ്പോഴേക്കും അബിക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുകയാണ് കേട്ടോ. അബി പറയുന്നുണ്ട്, നവ്യേ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നല്ലോ. അതിനുശേഷം ഈ ആദർശ് എന്ന് പറയുന്നവനും നിന്റെ അനിയത്തിയും കൂടി അവിടെ അമ്മയുടെ അച്ഛൻ്റെ മനസ്സ് മാറ്റുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുകയാണ്. അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിന്റെ അനിയത്തിയെ വിശ്വസിപ്പിച്ചില്ലേ? അതുപോലെ ഇനി അച്ഛനെയും അമ്മേനെയും ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം അവർ ആദർശേട്ടനെ അത്രത്തോളം വെറുത്തിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും അയാളുടെ കുഞ്ഞല്ലേ അത്. അല്ലാന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെ അല്ലാന്ന് പറയാൻ പറ്റുന്ന ടൈം എപ്പോഴാണോ വരുന്നത്, അന്ന് എൻ്റെ അച്ഛനും അമ്മയും അവരെ കൈ നീട്ടി സ്വീകരിക്കും. അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ് കേട്ടോ. അച്ഛൻ്റെ മനസ്സ് മാറിയാലും അമ്മയുടെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവരെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അബി. അതുകൊണ്ട് അബി ഇനി അത് ഓർത്ത് വിഷമിക്കണ്ട. അബിയെക്കുറിച്ച് അവരൊന്നും പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അബി എന്നാലും പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും എന്തോ ഒരു സംശയമുണ്ട്. നിന്റെ അനിയത്തിയെയാണ് എനിക്ക് സംശയം. അവർക്ക് എന്തോ ഒരു അധികാരം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എന്ത് തെണ്ടിത്തരവും കാണിച്ചിട്ട് അവരുടെ ഭർത്താവിൻ്റെ കൂടെ അവരിങ്ങനെ കെട്ടുറപ്പോടെ നിൽക്കുന്നത് തന്നെ. അപ്പം നവ്യ പറയുന്നുണ്ട്, എൻ്റെ അബി, എന്തായാലും ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് പറയുന്നവള്. എന്തായാലും അതിനൊരു മാറ്റമില്ലല്ലോ. ഇനി അങ്ങനെ അല്ലായിരുന്നെങ്കിൽ തന്നെ അത് നിഷ്പ്രയാസം തെളിയിക്കായിരുന്നില്ലേ? ഒരു DNA ടെസ്റ്റ് കൊണ്ട് തന്നെ അയാളല്ല കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അയാൾക്ക് തെളിയിക്കായിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ് അയാൾ ചെയ്യാത്തത്? സ്വന്തം മകളാണെന്ന് അയാൾ പറയുകയും ചെയ്തു. അയാളുടെ സ്വന്തം കുഞ്ഞായതുകൊണ്ട് തന്നെയല്ലേ അയാൾ അതൊന്നും ചെയ്യാൻ മുതിരാത്തത്. അപ്പോൾ നയന എന്ത് ചെയ്യാനാ അബി? നയനയുടെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛനും അമ്മയും. അവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയിട്ടാണ് അയാളെ സഹിച്ചുകൊണ്ട് ആ പാവം ഇവിടെ ജീവിക്കുന്നതെന്ന് പറയുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഉള്ളിൽ എനിക്കറിയാം. അവൾ ഇക്കാര്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. എന്നാലും അത് ആരോടും പറയാതെ അവളെല്ലാം സഹിച്ച് നടക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോഴേക്കും അബി പറയുകയാണ്, ഏയ് എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല. അവർ പഠിച്ച കള്ളി തന്നെയാ. സ്വത്തിന് വേണ്ടിയാണ് അവർ ഈ നാടകമൊക്കെ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ കൂടെ നിന്നാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ഈ അനന്തപുരിയിലെ മൊത്തം സ്വത്തുക്കളുമല്ലേ. ഒരു കാര്യം നീ ഓർക്കുന്നത് നല്ലതാ. നിന്റെ അനിയത്തിക്ക് അവരുടെ ചോരയിൽ ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിലേ, ചന്തുമോളുടെ അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ എന്തായാലും നിന്റെ അനിയത്തിയെ ഒഴിവാക്കും. പിന്നെ വല്യമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മരുമകൾ ഇതേ ആ കട്ടിലിൽ കിടക്കുന്ന മരുമകളായിരിക്കും. മിക്കവാറും അവളുടെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ അവൾ എന്തായാലും എണ്ണീറ്റ് അനന്തപുരിയിലോട്ട് വരിക തന്നെ ചെയ്യും.
അവളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അനിയത്തി പുറത്തായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പൊ പോലും നിന്റെ അനിയത്തി ആദർശനെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത്. എന്നാലും അതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ നവ്യേ, കഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നവ്യയുടെ മനസ്സിലോട്ട് വിഷം കുത്തി വെക്കുകയാണ് കേട്ടോ അബി. അബി അവിടുന്ന് പോയ ശേഷമാണെങ്കിലും നവ്യ ആണെങ്കിലും ഇതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അബിയും ജലജയുമാണ്. ജലജ അബിയോട് പറയുന്നുണ്ട്, നീ നന്നായിട്ട് നിന്റെ ഭാര്യയെ കുത്തിവിടുന്നില്ലേ, അവളാണ് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഏറ്റവും നല്ല ആളെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം അബി പറയുന്നുണ്ട്, അമ്മേ കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ അവളെ ഇളക്കി വിടുന്നുണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഞാൻ അവളുടെ കൂടെ തന്നെ നടന്ന് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നടക്കാൻ ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയല്ലേ. എങ്ങനെയെങ്കിലും ഈ കുടുംബം വെട്ടിമുറിച്ച് നമുക്ക് കിട്ടാനുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടുന്ന് പോകണം. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം വേണ്ട മോനെ. എന്നും ഇവിടെ ഇങ്ങനെ കിടന്ന് ഓരോരുത്തരുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അബി പറയുകയാണ്, അമ്മേ അതിനുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇവിടുത്തെ ആ കിളവനുണ്ടല്ലോ, അയാൾക്ക് നിന്നോട് മാത്രം എന്താ ഇത്ര ദേഷ്യം എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി മോനെ. ഞാൻ എന്തായാലും ഇവിടുത്തെ ദത്തുപുത്രിയല്ലേ, അതുകൊണ്ട് എനിക്കുണ്ടായ മകനാണല്ലോ നീ. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്. നിന്നെ എന്തിൽ നിന്നും അകറ്റി നിർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആദർശനോട് അയാൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ. അയാളുടെ സ്വന്തം ചോര തന്നെയല്ലേ ആദർശവും അനിയും ഒക്കെ. അപ്പൊ പിന്നെ അയാൾ സ്നേഹിക്കാതിരിക്കുവോ? അതുകൊണ്ട് അവൻ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അവന്റെ കൂടെ നിൽക്കും അയാൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ അബി പറയുന്നുണ്ട്, എന്തായാലും അമ്മേ, ആ മുത്തച്ഛൻ എന്ന് പറയുന്ന ആ കിളവനെ കുറിച്ച് ഞാനിങ്ങനെ ഒന്നും കരുതിയില്ല. അയാൾ ഒന്നുമില്ലെങ്കിലും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണെന്നല്ലേ ഞാൻ കരുതിയത്. എന്നാലും ആദർശേട്ടനെ തോണ്ടി വെളിയിൽ കളയുമെന്ന് കരുതിയിട്ട് എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? അയാളും ഇപ്പോഴും ആ കമ്പനിയുടെ MD കസേരയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, എടാ മോനെ, ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് നിന്റെ കയ്യിൽ വരുവടാ. ഒരു ദിവസം നീ ആ കസേരയിൽ ഇരിക്കും. അതിന് വേണ്ടത് എന്താണെന്നറിയുവോ? നിന്റെ ഭാര്യനെ കുത്തി ഇളക്കി വിടുക എന്നുള്ളതാണ്. അപ്പൊ അബി പറയുന്നുണ്ട്, അത് ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട് അമ്മയെന്ന്. ജലജ പറയുന്നുണ്ട്, എന്നാലും മോനെ, ഞാൻ ആദ്യം വിചാരിച്ചത് ആ ചന്തുമോള് നിന്റെ കുഞ്ഞാണെന്നാ. ഞാൻ പേടിച്ചു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ നിന്നെ ഇവിടുന്ന് പടിയിറക്കി പിണ്ടം വെച്ചേനെ. അത്രയ്ക്കും ദേഷ്യമാണല്ലോ അയാൾക്ക് എന്നോടും നിന്നോടും ഒക്കെ ഉള്ളത്. എന്തായാലും അത് നിന്റെ കുഞ്ഞല്ലാത്തത് ഭാഗ്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനൊരു പറ്റ ആദർശന് പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല മോനെ എന്നിങ്ങനെ ജലജ പറയുകയാണ് കേട്ടോ. അബി പറയുന്നുണ്ട്, എന്തായാലും അമ്മേ, എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്ക് തന്നെ വന്നില്ലേ അമ്മേ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വേണം കരുതാൻ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ ജലജ അബിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നീ ഇന്ന് ഓഫീസിലോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അബി പറയുന്നുണ്ട്, ദേ ഞാൻ പോകാൻ പോവുകയാണ് അമ്മേ. അതിനു മുമ്പ് നവിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പോയതാ ഞാനിപ്പം. എന്തായാലും അവളിപ്പോൾ ഇരുന്ന് തീ തിന്നുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ജലജ പറയുന്നുണ്ട്, എന്തായാലും നീ ഒരു കാര്യം ശ്രദ്ധിക്കണം മോനെ, പഴയ പോലെ നീ ഇപ്പം നിൽക്കരുത്. ബ്രാഞ്ചിലെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിക്ക് നല്ലപോലെ ചെയ്താൽ ഇനിയും നിനക്ക് കൂടുതൽ ബ്രാഞ്ച് തരും. നീ ഇതിൽ ഉഴപ്പുവാണെന്നുണ്ടെങ്കിലേ അങ്ങനെയൊന്നും നടക്കില്ല. നന്നായി നീ ചെയ്തു കഴിഞ്ഞാൽ നവിയെ കൊണ്ട് തന്നെ നിനക്ക് ഉപകാരം. അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നിനക്ക് ഇഷ്ടം പോലെ ബ്രാഞ്ചുകളൊക്കെ ഏൽപ്പിച്ച് തരും മോനെ. അപ്പോൾ അബി പറയുന്നുണ്ട്, അതിന് തന്നെയാമേ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് തന്നെ ബ്രാഞ്ച് നോക്കുന്നുണ്ട്. ദേ ഇനിയെങ്കിലും നീ നേരാവണ്ണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അവിടെ വെറുതെ തിരിമറിയൊക്കെ കാണിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ജലജ. നേരാവണ്ണം ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെയാ മോനെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അഭി മനസ്സിൽ കരുതുന്നുണ്ട്, പിന്നെ നേരാവണ്ണം നോക്കി നടന്നിട്ട് എന്ത് കിട്ടാനാ അവിടുന്ന്? അയാൾ ഉണ്ടാക്കിയ പ്രസ്ഥാനം ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി കൊടുക്കാനോ? അതിനെൻ്റെ പട്ടി ശ്രമിക്കും. കഴിയുന്നതിലും ഈ മൂർത്തിസ് ജ്വല്ലറിയുടെ അധപതത്തിനാണ് ഞാൻ ഇറങ്ങി തിരിച്ചേക്കുന്നത്. അപ്പോഴാ നേരാവണ്ണം നടത്തിക്കൊണ്ട് പോകാൻ. ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് അബിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പോൾ തന്നെ അബി ഫോണെടുത്ത് നോക്കിയാണ് കേട്ടോ. ഇയാൾ എത്ര തവണ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വിളിക്കരുതെന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ പ്രായിക്കൊണ്ട് തന്നെ അബി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അയാൾ നമ്മുടെ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അബി ഉടനെ തന്നെ അയാളോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. തന്നോട് ഞാൻ എന്നെ വിളിക്കരുതെന്നൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, താൻ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്, സാറേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള സാവകാശമെങ്കിലും സാറൊന്ന് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളെ കൊണ്ട് തോറ്റല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ അബി ചുറ്റിലൊക്കെ നോക്കിയിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കുകയാണ് കേട്ടോ. ശരി ശരി, ഞാൻ എന്തായാലും റൂമിലോട്ടൊന്ന് പോട്ടെ, ഇവിടെ നിന്ന് കേട്ടാൽ ശരിയാവില്ല, ആരെങ്കിലും കേട്ടാൽ വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് അബി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അബി റൂമിൽ ചെന്നിട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴാണ് മുത്തശ്ശൻ അബി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നത്. വരുന്ന വഴിക്ക് തന്നെ അബിയുടെ ആ രഹസ്യമായിട്ടുള്ള സംസാരം മുത്തശ്ശന്റെ കാതിൽ കേൾക്കുന്നുണ്ട്. മുത്തശ്ശൻ അപ്പോൾ തന്നെ ആ റൂമിന്റെ മുമ്പിൽ വന്നിട്ട് മാറി നിന്ന് ഈ അബി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അബി പറയുന്നുണ്ട്, എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ എപ്പോഴും എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കരുത്. നിങ്ങൾക്ക് അവിടെ പണിയൊന്നും ഇല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ തെരുതെരാ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്?
എന്നൊക്കെ ഇങ്ങനെ അഭി ചൂടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്, സാറേ അത് പിന്നെ എനിക്ക് ഉറങ്ങാൻ പോലും ഇപ്പം പറ്റുന്നില്ല. ഓരോ ദിവസം ഞാൻ തള്ളി നീക്കുന്നത് പേടിയോട് കൂടിയിട്ടാണ്. എൻ്റെ ഭാര്യയും മക്കളും ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ പറ്റിയെന്നുള്ളത്. ഞാൻ ആകെ ടെൻഷനിലാണ് സാറേ. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യ് സാറേ, ഇല്ലെങ്കിൽ എൻ്റെ ജോലി തന്നെ പോകും സാറേ. എന്നെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് എൻ്റെ മക്കൾ കാണും സാറേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, എടോ താനിങ്ങനെ ടെൻഷൻ അടിച്ച് ഇത് കുളമാക്കില്ലേ? ഇതൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടല്ലേ സകല പോലീസുകാരുടെയും കൈയും കാലും ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് താൻ ഇങ്ങനെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ? അവർക്ക് വേണ്ട പണമൊക്കെ കൊടുത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് മെരുക്കി എടുക്കുന്നതല്ലേ ഉള്ളൂ. താനിങ്ങനെ ധൃതി വെച്ചാൽ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നതൊക്കെ നമ്മുടെ മുത്തശ്ശൻ കേൾക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശന് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പിന്നിൽ അഭിയാണെന്ന് നല്ല വ്യക്തമായിട്ട് തന്നെ മുത്തശ്ശനെ മനസ്സിലാക്കുകയാണ്. മുത്തശ്ശന് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. അഭി എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കണമെന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് തന്നെ ബാധിക്കില്ല. ഒക്കെ വേണ്ട രീതിക്ക് ഞാൻ ചെയ്തോളാം എന്നൊക്കെ അഭി പറയുന്നുണ്ടെങ്കിലും സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്, സാറേ സാറിന്റെ വാക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് സാർ എല്ലാം എൻ്റെ തലയിലോട്ട് ഇട്ടിട്ട് സാറ് രക്ഷപ്പെടുമെന്നാണ്. വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് സാറേ സാറെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു വന്നത്. സാർ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ സാർ അത് ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പോൾ എല്ലാം എൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് സാറ് മുങ്ങല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അഭി പറയുന്നുണ്ട്, എടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടുന്ന് മുങ്ങി എങ്ങോട്ട് പോകാനാടോ? ഇതേ കൂടുതൽ താൻ വെള്ളച്ചിലെടുത്താലുണ്ടല്ലോ തൻ്റെ പേരിലേക്ക് എല്ലാം ഇട്ടിട്ട് ഞാൻ മുങ്ങും. അതുകൊണ്ട് താൻ മര്യാദയ്ക്ക് ഇരിക്കുക. സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിൽ താനാണെന്നുള്ളത് ഞാൻ വരുത്തി തീർക്കും എന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. തനിക്കറിയാവല്ലോ എൻ്റെ സ്വഭാവം. തൻ്റെ പേരിൽ ഇതൊക്കെ ആക്കി തീർത്തിട്ട് രക്ഷപ്പെടാൻ എനിക്ക് നിസ്സാര സമയം മതിയെന്ന് തനിക്കറിയാവല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ തനിക്ക് കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. ആ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്, ഇതിനൊന്നും കൂട്ടു നിൽക്കാതെ അന്ന് തന്നെ മൂർത്തി സാറിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പം അതിലും വലിയ തലവേദനയാണ്, അതിലും വലിയ ടെൻഷനിലാണ് ഞാനിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ് കേട്ടോ. കിട്ടുന്ന ശമ്പളം കൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഞങ്ങൾ. സാറാണ് ഞങ്ങളെ ഇതിലേക്കെല്ലാം വലിച്ചിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, തന്നോടല്ലേടോ ഞാൻ പറഞ്ഞത്. ഇയാൾക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലേ? ഞാൻ കുറച്ച് പോലീസുകാരെ പൈസ കൊടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോവില്ല. എന്തായാലും തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ എന്തായാലും തന്നെ വന്ന് കാണാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തനിക്ക് പണത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് പണവും വേണ്ട ഒന്നും വേണ്ട സാറേ. എനിക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. ജയിലിൽ പോകാതിരിക്കാനുള്ള പണികളെ സാറ് ചെയ്യാൻ നോക്ക്. ജയിലിൽ പോകാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും സാറേ. എൻ്റെ ഭാര്യ മക്കളും പോലെ എന്നെ വകവയ്ക്കത്തില്ല. അവർ പോലും എന്നെ ഉപേക്ഷിച്ച് പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അയാളുടെ സംസാരം കേട്ടിട്ട് അഭിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അഭി പറയുന്നുണ്ട്, ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ മഹാഭാബി ആയിരുന്നു അല്ലേ ഇതെല്ലാം ചെയ്തത്. ഇത്രയും നാളും ഞാൻ കെട്ടിപ്പടുത്തുയർത്തി ഈ ഒരു സ്ഥാപനം ഇല്ലാതാക്കാൻ ഇവനായിരുന്നു അല്ലേ ശ്രമിച്ചത്. ആ പാവത്തിനെ ചാക്കിട്ട് പിടിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ എല്ലാം ഇത് ചെയ്യിച്ചല്ലോ ഇവൻ. ഇവനെ ഇനി വെറുതെ വിടാൻ പാടില്ല. വെറുതെ വിട്ടാ ഇവൻ ഇനി ഇതൊക്കെ ആവർത്തിക്കും. അതുകൊണ്ട് ഇവന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. അങ്ങനെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് മുറിയിലോട്ട് പോവുകയാണ് കേട്ടോ. മുത്തശ്ശൻ അങ്ങനെ റൂമിൽ പോയി നിന്ന് ആലോചിച്ചപ്പോഴേക്കും നന്ദുവിന്റെ കാര്യം മുത്തശ്ശന് ഓർമ്മ വന്നു. മുത്തശ്ശൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദു ഡ്യൂട്ടിയിലാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശന്റെ ഫോൺ കണ്ടപ്പോൾ തന്നെ നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. മുത്തശ്ശൻ നന്ദുവിനോട് പറയുന്നുണ്ട്, ആ മോളെ ഡ്യൂട്ടിയിലാണോ? ഞാൻ വിളിച്ചത് മോക്ക് ബുദ്ധിമുട്ടായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ എന്ത് ബുദ്ധിമുട്ട്, മുത്തശ്ശൻ എന്താണെങ്കിലും പറഞ്ഞോ, എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ ഞാൻ പറയാൻ പോകുന്ന കാര്യം മോൾ ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കണം. എന്താ കാര്യമെന്ന് നന്ദു ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നിനക്കറിയാവല്ലോ ചന്തുമോളുടെ അച്ഛനാണ് അഭി. എന്നിട്ട് ആ കുഞ്ഞിനോട് ഒരു കൂറും കാണിക്കാതെയാണ് അവൻ ഓരോ ദിവസം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം എൻ്റെ കൊച്ചുമോനായ ആദർശിനെ പഴിചാരിയിട്ട് അവൻ ഈ വീട്ടിൽ സുഖിച്ച് നടക്കുകയാണ്. അയാൾ അങ്ങനെ ജീവിക്കുന്നുണ്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് നന്ദുവും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനും ഇതൊക്കെ ക്ഷമിച്ചിരിക്കുന്നതെന്ന് നന്ദു പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ അത് പിന്നെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഒരു കാര്യം പറയാനായിട്ടാണ് ഇപ്പം ഞാൻ വിളിച്ചത്. മോളുടെ മൂത്ത ചേച്ചിയുടെ ഭർത്താവില്ലേ ആ അബി, അവൻ അന്ന് ഞാൻ മോളെ ഏൽപ്പിച്ചില്ലായിരുന്നോ കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ. ജ്വല്ലറിയിലെ കള്ളക്കടത്തെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ ഞാൻ മോളെ നേരത്തെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നോ? ഇന്ന് അവൻ്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ എനിക്ക് കേൾക്കേണ്ടി വന്നു മോളെ. തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല മോളെ. ഇതിനൊക്കെ ഞാൻ തന്നെയായിരുന്നു നടപടികളൊക്കെ എടുക്കേണ്ടത്. പക്ഷേ ഇത് മോള് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. മോളോട് ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമല്ലേ ഇത്. എന്താ മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്. സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല മോളെ അവൻ വേറൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ബ്രാഞ്ചിൽ നടന്ന മോഷണങ്ങളും അതുപോലെ തന്നെ കള്ളക്കടത്ത് സ്വർണവും എല്ലാം നടത്തിയത് ഈ അബിയാണ്. എല്ലാത്തിനും നേതൃത്വം വഹിച്ചത് ആ നാണം കെട്ടവനാ ആ അബി. അവിടെ സാധാരണക്കാരായ സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു പാവത്താനെ പിടിച്ചിട്ട് അവനെ ഭീഷണിപ്പെടുത്തിയാണ് അബി ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്.
സ്വർണ്ണത്തിൽ കള്ളക്കടത്ത് നടത്തിയ അവന് എന്ത് ധൈര്യത്തിലാ ബ്രാഞ്ച് ഏൽപ്പിക്കുന്നത്? അവനെ ഇനിയും ആ ബ്രാഞ്ചിൽ ഇരുത്താൻ പറ്റില്ല മോളെ. അതിന് വേണ്ടിയിട്ട് മോൾ എന്നെ സഹായിക്കണം. മോൾ അത് അന്വേഷിച്ച് തെളിവുകൾ കൂടി കണ്ടെത്തണം. അതിന് ആദ്യം ചെയ്യേണ്ടത് ആ സ്വർണ്ണപ്പണിക്കാരനെ പിടിക്കാൻ വേണ്ടത്. ആ സ്വർണ്ണപ്പണിക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ അബിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നമുക്ക് കിട്ടും മോളെ. എന്നിട്ട് അവനെ പിടിച്ച് ജയിലിലിടണം. നവ്യമോളുടെ ജീവിതം കൂടെ സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് അവനെ പോലുള്ള ഒരുത്തനെ ജയിലിലിടുന്നത് തന്നെയാണ് മോളെ നല്ലതെന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോഴേക്കും നമ്മുടെ നന്ദുവും പറയുന്നുണ്ട്, മുത്തശ്ശൻ പറയുന്നത് തന്നെയാണ് ശരി. എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ അഭിചേട്ടനെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ വരുന്നുണ്ട് മുത്തശ്ശ. എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഞാനെന്തായാലും ജ്വല്ലറിയിലോട്ട് വന്ന ആദ്യം ആ സ്വർണ്ണപ്പണിക്കാരനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിട്ട് തെളിവുകളോടെ ഞാൻ അനന്തപുരിയിലോട്ട് കയറി വരാം. അബി എന്ന ദുഷ്ടനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അവനെ ജയിലിൽ കിടത്തണം എന്നൊക്കെ പറയാണ് കേട്ടോ. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാ മോളുടെ ഡ്യൂട്ടി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടോണ്ട് വന്ന മുത്തശ്ശി ഇങ്ങനെ ഒന്നും അറിയാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഉണ്ടായേ? എന്തിനാ അബിയെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നേ? എന്താ ഇവിടെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പിന്നെ വസുന്ധരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബ്രാഞ്ചിൽ ഒരു സ്വർണ്ണമോഷണം നടന്നില്ലേ? അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന് അതൊരു കേസായില്ലേ? ആ കേസിലെ എല്ലാത്തിനും കാരണം ഈ അബിയാണ്. അബി എന്ന ദുഷ്ടനാണ് അതിനെല്ലാത്തിനും കാരണം. അവൻ ചെയ്ത തെറ്റുകൾക്ക് കയ്യും കണക്കും ഇല്ല വസുന്ധരെ. അതുപോലെ തന്നെ ചന്തുമോളുടെ അച്ഛൻ അവനാണ്. എന്നിട്ട് ആ ഒരു പഴി നമ്മുടെ ആദർശിന്റെ മേലിൽ വെച്ചു. അതുപോലെ എത്ര കുറ്റങ്ങളാണ് അബി ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ആ അനഘ എന്ന പെൺകുട്ടിയെ ചതിച്ചു. ആ അനഘയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഇവൻ തന്നെയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇതെല്ലാം ക്ഷമിക്കുന്നത് നവ്യനെ ഓർത്തിട്ട് മാത്രമാണ്. നവ്യയ്ക്ക് ഇപ്പം ഒരു കുഞ്ഞുമുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ക്ഷമിക്കുന്നത്. ഇപ്പതേ ജ്വല്ലറിയിലെ കള്ളക്കടത്തിന്റെ പിന്നിലും അവനാണെന്ന് അവൻ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. ആ പാവത്താനായ സ്വർണ്ണപ്പണിക്കാരനെ ചാക്കിലാക്കിയാണ് ഇവൻ ഈ കള്ളക്കടത്തെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അയാളെ ഇപ്പൊ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇവൻ. അത് അന്വേഷിക്കാൻ നമ്മൾ ഏർപ്പാട് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവൻ പണം കൊടുത്ത് ചാക്കിലാക്കി. അതുകൊണ്ടാണ് അന്വേഷണങ്ങൾ പോലും സത്യസന്ധമായ രീതിയിൽ നടക്കാതെ പോയത്. എല്ലാത്തിൻ്റെയും പിന്നിൽ നേരും നെറിയും കേട്ട ആ അവൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട്, അല്ല ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ വൃത്തികെട്ടവനെ ഇനിയും ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. അല്ലെങ്കിൽ അത് നവ്യമോളുടെയും കുഞ്ഞിൻ്റെയും ചന്തുമോളുടെയൊക്കെ ജീവിതത്തെ വരെ ബാധിക്കും. അവൻ അവരെയും എന്തും ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതോർത്ത് നീ വിഷമിക്കേണ്ട വസുന്ധരെ, ഞാൻ നന്ദുമോളെ വിളിച്ചിട്ടുണ്ട്. നന്ദമോളുടെ കയ്യിൽ ഞാൻ ഈ കേസിന്റെ എല്ലാ ഫയൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ കേസ് അന്വേഷണത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസും അവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നന്ദമോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്ന് അബി തന്നെ ആ സ്വർണ്ണപ്പണിക്കാരനെ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത്. അതുകൊണ്ട് ആ നന്ദമോളോട് ഞാൻ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നന്ദമോൾ ആദ്യം ജ്വല്ലറിയിൽ പോയി ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്ത് അവിടുന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ടേക്ക് വരും, അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ. ഇനി അവൻ കുറച്ച് നാൾ ജയിലിൽ തന്നെ കിടക്കട്ടെ. അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്നവൻ കിടക്കേണ്ടത് ജയിലിൽ തന്നെയാണെന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ 4 ആൾക്കാർ അറിഞ്ഞാൽ ഇത് വലിയ നാണക്കേടാവില്ലേ നമുക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, നാണക്കേടായാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരുത്തനെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദുവാണെങ്കിലും കേസ് ഡയറിയും ഫയൽസൊക്കെ ആയിട്ട് ജ്വല്ലറിയിലോട്ട് പോകുന്നുണ്ട്. ജ്വല്ലറിൽ പോയി സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. 2 മിരട്ടിയപ്പോൾ തന്നെ സ്വർണ്ണപ്പണിക്കാരന് എല്ലാ സത്യങ്ങളും പറഞ്ഞു. എന്നിട്ട് അബിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നും അബി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ആ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്. അങ്ങനെ ആ സ്വർണ്ണപ്പണിക്കാരനെയും കൂട്ടിക്കൊണ്ട് തന്നെ വേണ്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നന്ദു അനന്തപുരിയിലോട്ട് വരികയാണ്. അനന്തപുരിയിലോട്ട് വന്നിട്ട് തന്നെ നമ്മുടെ അബിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നവ്യയ്ക്ക് ഇതെല്ലാം കാണുമ്പോഴേക്കും ഷോക്കാവുന്നുണ്ട്. എന്നാലും നവ്യയ്ക്ക് നന്ദു പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ സ്വർണ്ണപ്പണിക്കാരനെയും കൂടെ കൂട്ടിക്കൊണ്ടാണല്ലോ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കള്ളത്തരങ്ങളെല്ലാം അവിടെ പൊളിയുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു അബിയെയും അതുപോലെ തന്നെ ആ സ്വർണ്ണപ്പണിക്കാരനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അബിയെ ഇത്രമാത്രം അബിയെ ഇത്രത്തോളം വിശ്വസിച്ചതിന്റെ പേരിൽ നമ്മുടെ നവിക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നവി ഉടനെ തന്നെ നയനയുടെ അടുത്ത് പോയിട്ട് എന്ന് കരയുകയാണ് കേട്ടോ. അബി എന്നെ ചതിക്കുകയായിരുന്നു. അവനെ ഞാൻ എത്രത്തോളം വിശ്വസിച്ചതാണ്, എന്നിട്ടും അവൻ എന്നെ വീണ്ടും ചതിക്കുകയായിരുന്നു. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ഇനി അവനെ എനിക്ക് കാണണ്ട. അവനുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കിനി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നമ്മുടെ നവിയും സീനാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്